ഹായ് നമസ്കാരം. അശ്വമേധത്തിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ GS പ്രദീപ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ ശ്രദ്ധ നേടിയ സിനിമയാണ് സ്വർണ്ണ മത്സ്യങ്ങൾ. ഇന്ന് ആ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ്. പ്രധാന കഥാപാത്രങ്ങളെല്ലാം പുതുമുഖങ്ങളാണ്, അതും കൗമാരപ്രായത്തിലുള്ള കുട്ടികളും. ഒരു സിനിമാറ്റിക് അനുഭവം എന്നതിൽ കവിഞ്ഞ് പഴയ കാലത്തേക്കുള്ള യാത്രയും കൗമാരപ്രായത്തിൽ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രം. സിനിമ തുടങ്ങുന്നത് പുതിയ കാലത്ത് തന്നെയാണ്. ഒരു ഫ്ലാറ്റിലെ കാഴ്ചയിൽ അച്ഛനും അമ്മയും 11 വയസ്സ് പ്രായമുള്ള മകനും. അവിടെ നിന്നുള്ള വർത്തമാനത്തിൽ പിന്നെ 90കളുടെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. മധ്യവേനൽ അവധി തുടങ്ങുന്ന കാലവും 4 കൂട്ടുകാരുടെ ജീവിതവും. ആ ഒരു സമയത്ത് അവർക്കുണ്ടാവുന്ന ചില സംശയങ്ങളും അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ഉള്ള ശ്രമങ്ങൾക്കിടയിൽ പുതിയ കഥാപാത്രങ്ങൾ അവർക്കിടയിൽ വരുന്നതൊക്കെയാണ് സ്വർണ്ണ മത്സ്യങ്ങൾ പറയുന്നത്. ഒരു പരിധിവരെ 90കളിലെ നാട്ടിൻപുറ കാഴ്ചകളെ നല്ല രീതിയിൽ ചിത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. രാജീവ്, അഭിമന്യു, അഞ്ജലി, ആശ എന്നിവരാണ് ആ 4 സുഹൃത്തുക്കൾ. അവർക്കിടയിലേക്ക് സമപ്രായക്കാരനായ സ്വാമി കൂടെ കടന്നു വരുന്നു. 5 പേരും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ചില സംഭാഷണങ്ങളിലെ ആർട്ടിഫിഷ്യൽ ഫീൽ മാറ്റി നിർത്തിയാൽ എല്ലാവരും അവരുടെ റോളുകൾ മികച്ചാക്കിയിട്ടുണ്ട്. സിദ്ദിഖിൻ്റെ അധ്യാപക വേഷവും സിനിമയിലെ ശ്രദ്ധേയമായ പ്രകടനങ്ങളിലൊന്നാണ്. സുധീർ കരമന, അഞ്ജലി നായർ, ബിജു സോപാനം, വിഷ്ണു, ഹരീഷ് കണാരൻ, രാജേഷ് ഹെബ്ബർ, സ്നേഹ, വിജയ് ബാബു, അന്ന രേഷ്മ രാജൻ തുടങ്ങിയവരൊക്കെയാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അത്ര വലിയൊരു സ്ക്രീൻ സ്പേസ് ഒന്നും സിനിമ നൽകുന്നില്ല. പാലക്കാടിൻ്റെ ഗ്രാമഭംഗിയൊക്കെ അഴകപ്പൻ്റെ ഛായാഗ്രഹണത്തിൽ മികച്ചു നിൽക്കുന്നുണ്ട്. ടെക്നിക്കൽ വശങ്ങൾ ഏറ്റവും മികച്ചതായി തോന്നിയത് ഛായാഗ്രഹണം തന്നെയാണ്. ഗാനങ്ങൾ നല്ലതായിരുന്നു. പശ്ചാത്തല സംഗീതവും നന്നായി വന്നിട്ടുണ്ട്. ഒരു സിനിമാ കാഴ്ച എന്നതിലെത്തുമ്പോൾ കൗമാരക്കാരുടെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. അത് കടന്നുപോയ ഏതൊരാളുടെ ജീവിതത്തിലും സംഭവിക്കാവുന്ന കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു. ആ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നതിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഒരു പരിധിവരെ തിരക്കഥയും വിജയിച്ചിട്ടുണ്ട്. അവസാന രംഗങ്ങളാകുമ്പോഴേക്കും ഉപദേശങ്ങളും കൂടുതലായി വരുന്നുണ്ട് എന്നത് സിനിമയുടെ ഒരു പോരായ്മയെ തോന്നി. ആദ്യ സംവിധാന സംരംഭത്തിലും എക്കാലത്തും പ്രസക്തമായ ഒരു വിഷയത്തെ ലളിതമായി തന്നെ അവതരിപ്പിച്ചതിൽ GS പ്രദീപിനെ അഭിമാനിക്കാം. സിനിമ മുന്നോട്ട് പോകുമ്പോൾ പലയിടത്തും ഒരു ഡോക്യുമെൻ്ററി സ്വഭാവം കടന്നു വരുന്നുണ്ട്. സിനിമയിൽ ചില സീനുകൾ മുന്നേ കണ്ട ചില സിനിമകളെ ഓർമ്മിപ്പിക്കുന്നതുമുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ എന്നത് നല്ല രീതിയിൽ ഇപ്പോഴും ഇല്ല നമുക്കിടയിൽ എന്നൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ വഴിതെറ്റിപ്പോകാൻ ചാൻസുള്ള ഒരു തലമുറയുടെ ചിന്തകളെ കാണിച്ചു തരികയാണ് ഇവിടെ. ആ ഒരു പ്രമേയത്തെ ലളിതവും മികച്ചതുമായ രീതിയിൽ കൊണ്ടുവരാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വിശേഷങ്ങളെ ഒന്നും കൺക്ലൂഡ് ചെയ്താൽ നമ്മുടെ സാമൂഹ്യ ഘടനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എക്കാലത്തും പ്രസക്തമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് സ്വർണ്ണ മത്സ്യങ്ങൾ. പുതുമുഖങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ, മികച്ച ഛായാഗ്രഹണം, പലപ്പോഴും ഒരു ഡോക്യുമെൻ്ററി സ്വഭാവത്തിലേക്ക് പോകുന്ന സിനിമ അവതരണം. മൊത്തത്തിൽ നോക്കിയാൽ കുടുംബസമേതം കാണേണ്ട ഒരു സിനിമ തന്നെയാണ് സ്വർണ്ണ മത്സ്യങ്ങൾ. അത് കൈകാര്യം ചെയ്യുന്ന വിഷയം വെച്ച് നോക്കുമ്പോൾ, ഒരു സിനിമ എന്ന രീതിയിൽ നോക്കുമ്പോൾ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്ന അഭിപ്രായം മാത്രമേ ഉള്ളൂ. സിനിമാറ്റിക് ഭാഷയിൽ ആവറേജ് അനുഭവമാകുന്ന ഒരു സിനിമ. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കും സിനിമയ്ക്ക് റേറ്റിംഗ് നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഇവിടെയുണ്ട്. അതുകൂടെ ഉപയോഗപ്പെടുത്തുക. മറ്റു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ബൈ.